ഏട്ടനെ ഒരു ചുക്കം ചെയ്യാൻ നിനക്ക് കഴിയില്ലടി. ഈ ജന്മം നിനക്കിനി ജഗനെ ഭർത്താവായിട്ട് കിട്ടാനും പോകുന്നില്ല. ഹരിതയുടെ വാക്കായത്. ഇത് മരണവീടോ കുടുംബ കോടതിയോ? മകളുടെയും മരുമകളുടെയും വാദം കേട്ട് തീർപ്പ് കൽപ്പിക്കേണ്ട വിധികർത്താക്കളാണോ മാധവനും ചന്ദ്രികയും? മരണ വീട്ടില് പാലിക്കേണ്ട മര്യാദ പരമാവധി പാലിച്ചവളാ ഹരിത. ഇവിടെ ജയിലും കോടതിയും വാദപ്രതിവാദങ്ങളും ഒക്കെ ക്ഷണിച്ചു വരുത്തിയത് വന്ദനയാച്ച. വന്ദനയുടെ ജീവിതത്തോടൊപ്പം ദിയമോളെ കൂടെ ഏറ്റെടുത്തവനാ എന്റെ ഏട്ടൻ. നിരപരാധിയായ ആ മനുഷ്യന്റെ കയ്യിൽ വിലങ്ങണിയിച്ചത് ഈ നിൽക്കുന്ന വന്ദനയാ. എന്താ മറുപടി പറയാൻ അച്ഛന് വാക്കുകളില്ലേ? ദോഷജാതകക്കാരിയെന്ന് മുദ്രകുത്തി സമൂഹം മാറ്റി നിർത്തിയതാ ഈ വന്ദനയെ. അന്ന് വന്ദനയ്ക്ക് ഒരു താലിയും സർവ്വ സൗഭാഗ്യങ്ങളും വെച്ച് നീട്ടിയതാ രാജീവ് സാറ്. വന്ദനയ്ക്ക് ഇന്നും എന്നും ദൈവതുല്യനാണ് രാജീവ് സാറ്. ആ മനുഷ്യന്റെ മരണത്തിന് കാരണക്കാരനായ ഒരുത്തൻ സ്വന്തം ഭർത്താവായാലും മാപ്പ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ തെറ്റുകാരിയാണെങ്കിൽ അച്ഛന് എന്ത് ശിക്ഷയും വിധിക്കാം. എന്താ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? മോളെ, നിന്റെ അവസ്ഥ കണ്ട് ഒരുപാട് കണ്ണീരൊഴിക്കേണ്ടി വന്ന ഒരു പെറ്റമ്മയാ ഞാൻ. അപ്പോഴൊക്കെയും നിനക്ക് താങ്ങും തണലുമായി നിന്ന് ജഗനെ മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. ജഗൻ കുറ്റവാളിയാണെന്ന് അമ്മ വിശ്വസിക്കുന്നില്ല. മാധവേട്ടനോ അതിന് കഴിയില്ല. എനിക്കും ജഗൻ മനഃപൂർവ്വം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന എന്റെ വിശ്വാസം. പല മനുഷ്യർക്കും പുറമേ കാണുന്ന മാന്യതയും സൗമ്യതയൊന്നും അകമേ കാണാറില്ല. വെളുത്തതെല്ലാം പാലല്ല. അതുകൊണ്ട് ആരെയും കൂടുതലങ്ങ് വിശ്വസിക്കാനും പാടില്ല. മാനത്തെ കൊട്ട